ഹേ ഗായ്സ് വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ്. സാധാരണ ഞാൻ മലയാള സിനിമകളുടെ റിവ്യൂ ഒക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശരിക്കും ഒരു റിവ്യൂ അല്ല, ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. നിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് എത്തിക്കാനാണ്. യെസ്, റെൻ്റൽ ഫാമിലി എന്നാണ് ഈ സിനിമയുടെ പേര്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കുറച്ച് ഒരു 60% ലാംഗ്വേജ് ജപ്പാനീസിലാണ് വരുന്നത്. പക്ഷേ അത് നമുക്ക് സബ് ടൈറ്റിൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമേ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സിനിമയുടെ ഒരു ഇതിവൃത്തം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു പറഞ്ഞുതരാം. നമുക്ക് മനുഷ്യർ പല തരമാണല്ലേ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ, ഒരുപാട് പ്രശ്നങ്ങളിലുള്ള മനുഷ്യർ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ വീണ് പോയ മനുഷ്യർക്ക് ചിലപ്പോൾ ചില നേരത്ത് നമുക്കൊരു കൈത്താങ്ങാകാൻ പറ്റിയേക്കാം. അത്തരത്തിലൊരു മെസ്സേജാണ് നമ്മുടെ ഈ ഒരു സിനിമ തരുന്നത്. ഈ സിനിമയുടെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനിൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു നഗരമാണ്. ചിലപ്പോൾ അച്ഛന്മാർക്കും അമ്മമാർക്കും മക്കളെ നോക്കാൻ സമയമുണ്ടാവില്ല, ചിലപ്പോൾ മക്കൾക്ക് വയസ്സായ അച്ഛനമ്മമാരെ നോക്കാൻ സമയം ഉണ്ടാവില്ല, ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യുക, അങ്ങനെ ഒരു തരത്തിലുള്ളൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല. അങ്ങനെ ടോട്ടലി ഒരു ബിസി ആയിട്ടുള്ളൊരു നഗരമായിട്ടാണ് നമുക്കിതിൽ ജപ്പാൻ ആദ്യം തന്നെ പോർട്രേ ചെയ്യുന്നത്. അത്തരത്തിൽ ബിസി ആയിട്ടുള്ളൊരു നഗരത്തിലേക്ക് നമ്മുടെ കഥാനായകൻ കടന്നു വരികയാണ്. കഥാനായകൻ എന്ന് പറയുന്ന ആരാണ്? ബ്രണ്ടൻ ഫ്രേസറാണ്. പണ്ട് കാലത്ത് മമ്മി പോലുള്ള ഹിറ്റ് ചിത്രങ്ങളിലൂടെ ഭയങ്കര ഒരു അടിപൊളി ബോഡിയും ഫിറ്റ്നസ്സും ലുക്കുമായിട്ട് വന്നൊരു നടനാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ താളപ്പിഴകൾ കാരണം അദ്ദേഹം ജീവിതം ഭയങ്കരമായിട്ട് കുളമായിപ്പോയി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓസ്കാറൊക്കെ നേടിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിലുള്ള സിനിമയാണ് നമ്മുടെ ഈ ഒരു റെൻ്റൽ ഫാമിലി. ഇതിൽ ഇദ്ദേഹം പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ആക്ടറാണ്. ഒരു കൊച്ചു കൊച്ചു സീരീസുകളിലും സിനിമകളിലും ഒക്കെ ചെറിയ വേഷം ചെയ്തു പോകുന്ന ഒരു ആക്ടർ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ആക്ടർ, അയാൾക്ക് ഫാമിലി ഇല്ല, അച്ഛനും അമ്മയും മരിച്ചുപോയി, അറ്റാച്ച്മെൻ്റ് ആയിട്ട് ആരുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു ദിവസം ഒരു സംഭവം കടന്നു വരികയാണ്. അയാൾക്ക് ഒരു ഫാമിലിയുടെ പാർട്ടായിട്ട് അഭിനയിക്കാനായിട്ടൊരു അവസരം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു ഏജൻസി നടത്തുകയാണ്. ഫാമിലീസിന് ടൈം കണ്ടെത്താൻ പറ്റാത്തവർക്ക് വേണ്ടി അവർക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നു. ഭയങ്കര നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അതൊക്കെ നടക്കുമെന്ന്. പക്ഷേ അങ്ങനെ നടക്കുന്ന രാജ്യമാണ് ജപ്പാൻ എന്നാണ് ഇതിൽ പോർട്രേ ചെയ്യുന്നത്. മേ ബി ഒരു ഫിക്ഷൻ കൈൻഡ് ഓഫ് സംഭവമായിരിക്കാം. എനിവേസ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഇയാളെ കൊണ്ട് പ്ലേസ് ചെയ്യുകയാണ്. ഇയാളുടെ ജീവിതത്തിൽ പ്ലേ ചെയ്തിട്ടില്ലാത്ത റോള്, അച്ഛൻ്റെ റോള്, ഒരു വളരെ സ്നേഹനിധിയായ മകൻ്റെ റോള്, ഒരു ഭർത്താവിൻ്റെ റോൾ, അങ്ങനെ ഒരുപാട് പേരുടെ റോളുകൾ ഇയാൾ പ്ലേ ചെയ്യുന്നു പലരുടെയും ഫാമിലീസിൽ. ആ ഒരു എഗ്രിമെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് അയാളത് നിർത്തിപ്പോകും. അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ആ ഒരു സിനിമയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ, ഈ ഒരു ആക്ടർ ആരും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അയാളുടെ ജീവിതത്തിലേക്ക് ചെറിയൊരു ഹോപ്പ് വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും പിന്നീട് ആ ഒരു ലൈഫ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ഫീൽ ഗുഡ്, ഭയങ്കര ഒരു നല്ലൊരു ഫീല് തരുന്നൊരു സിനിമയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കുക ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ. കാരണം അത്രയ്ക്കൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ് തരിക. ഞാൻ ഈ സിനിമ കണ്ടത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ജസ്റ്റ് ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് കണ്ടപ്പോഴത്തേക്കും ഓക്കെ ചുമ്മാ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് കണ്ടു തുടങ്ങി. ഭയങ്കര ഒരു സുഖത്തോടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഒരു അപ്പൂപ്പൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ഒരു അപ്പൂപ്പൻ അയാളുടെ പണ്ട് കാലത്ത് അയാളുടെ നഷ്ടപ്പെട്ടു പോയ പ്രണയവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു അപ്പൂപ്പൻ്റെ സ്റ്റോറിയുണ്ട്. അതിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ നമ്മുടെ നായകനോട് ചോദിക്കും, എന്താ നീ പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോൾ എനിക്ക് ഈശ്വരവിശ്വാസമൊന്നുമില്ല. പക്ഷേ ഒടുവിൽ ആ അപ്പൂപ്പൻ പ്രാർത്ഥിച്ചിരുന്നത് എന്തിനെയാണെന്ന് അയാൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവ്. അങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിറഞ്ഞതാണ്. അച്ഛനില്ലാതെ അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രസൻസ് ഇല്ലാതെയുള്ള ഒരു കുട്ടിക്ക് ഒരു അച്ഛനായി മാറുക, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ആരും ഇല്ലാതെ ഒറ്റപ്പെടലിൽ പെട്ട് ഈ ഗെയിമും കളിച്ച് സ്നാക്സും തിന്ന് റൂമിനകത്ത് മാത്രമേ ഇരിക്കുന്ന ഒരാൾക്കൊരു കൂട്ടുകാരനായി മാറുക. അങ്ങനെ അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത എല്ലാ മേഖലയിലൂടെയും കടന്നു പോകുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. പിന്നീട് ഈ റെൻ്റൽ ഫാമിലി ആ ഗ്രൂപ്പ് നടത്തുന്നവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. ആദ്യമൊക്കെ ഇവർ ഭയങ്കര കൂളാണ്. ആരുടെയെങ്കിലും ഭാര്യയായിട്ട് വേണമെങ്കിൽ അഭിനയിക്കുക, ആരെങ്കിലും ഭർത്താവായിട്ട് അഭിനയിക്കുക, എന്ത് വേണോ ഭയങ്കര കൂളായിട്ട് ചെയ്തിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. പക്ഷേ പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിനിമ ഇവിടെ നമ്മുടെ കേരളമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങനെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കഥയാണ്. പക്ഷേ ഇത്തരത്തിലൊരു കഥ നടക്കുന്ന ഒരു സ്ഥലം കാണിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ നമുക്കത് കണക്റ്റ് ആവും. മെല്ലെ നമ്മൾ ആ ഒരു കഥയിലേക്ക് കയറി പോകും തോറും നമുക്ക് അതിലോട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കൂടി വരും. അത്തരത്തിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എഴുത്തും ഇതിൻ്റെ സംവിധാനമൊക്കെ ഹിക്കാരി എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ പറയുന്നത് ചിക്കാരി അല്ല, ഹിക്കാരി എന്ന് പറഞ്ഞൊരു റൈറ്ററാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അദ്ദേഹമാണ് റൈറ്റിങ്ങിൽ കോ റൈറ്ററായിട്ട് ഒരു സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയും കൂടെ എഴുതിയിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് ഒന്നും അല്ല, ഈ ഒരു സിനിമയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് നമ്മുടെ നായകൻ്റെ അഭിനയം തന്നെയാണ്, ബ്രണ്ടൻ. കാരണം ഒരുപാട് നാൾ പലരിൽ നിന്നും പല മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം ഒരുപാട് സ്റ്റണ്ടും കാര്യങ്ങൾ ചെയ്തപ്പോൾ മുട്ടിന് ഭയങ്കര വിമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് ഫാമിലിയിൽ ഡിവോഴ്സ് നടന്ന്
സിനിമയിൽ നിന്നൊക്കെ വിട്ടു നിന്ന് ഡിപ്രഷൻ അടിച്ച് നിന്ന മനുഷ്യൻ വെയിൽ എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ തിരിച്ചു വരികയും ഓസ്കാർ നേടുകയും പിന്നീട് അങ്ങനെ ഒരു തിരിച്ചു വരിക ആ ഒരു മനുഷ്യൻ ലൈഫിൽ മിസ് ചെയ്യുന്ന പലതും ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം ശരിക്കും ലൈഫ് കൊടുത്ത് അഭിനയിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് നല്ലൊരു അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടുനോക്കുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ചെറിയ വീഡിയോ ആണെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ പോയി സിനിമ കണ്ടു നോക്കുക. നിങ്ങൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ മറ്റോ ഒക്കെ നിങ്ങളുടെ മൂഡ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ സിനിമ സഹായിക്കും. സോ എനിവേയ്സ് നമ്മുടെ ഈ ആശാൻ സിനിമയിലെ പാട്ട് പോലെ ഒന്നുകൂടെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉറപ്പായിട്ട് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്കൊരു ഹോപ്പ് തരുന്നൊരു സിനിമയാണ്. സോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJverse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും SBJ സൈനിങ് ഓഫ്. ബൈ.